2022 മെയ് 15 കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴാണ് ദേവസഹായം പിള്ള ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത്. തുടർന്ന് സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ച ദേവസഹായം പിള്ളയെ വ്യാജ ആരോപണങ്ങളിൽപ്പെടുത്തി ക്രൂരമായി പീഡിപ്പിച്ച ശേഷം വധിക്കുകയാണ് ഉണ്ടായത്. ക്രൈസ്തവ വിശ്വാസം ത്യജിക്കുന്നതിന് അത്രയേറെ പീഡിപ്പിക്കപ്പെട്ട ദേവസഹായം പിള്ളയെ കത്തോലിക്ക സഭ വിശുദ്ധനായി നാമകരണം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ദേവസഹായം പിള്ളയെക്കുറിച്ചുള്ളത് വ്യാജ ചരിത്രമാണെന്നും കത്തോലിക്ക സഭയുടെ കുടിലതന്ത്രങ്ങളുടെ ഭാഗമാണ് ഇത് എന്നുമാണ് മുരളി പാറപ്പുറം എന്ന വ്യക്തി കേസരി വാരികയിൽ എഴുതിയത്. കത്തോലിക്ക സഭയെയും സഭയുടെ ചരിത്രരചനയെയും വിശുദ്ധ പദപ്രഖ്യാപനങ്ങളെയുമെല്ലാം പ്രസ്തുത ലേഖനത്തിൽ അടിസ്ഥാനരഹിതമായി ഈ വ്യക്തി കടന്നാക്രമിച്ചിട്ടുണ്ട്. ഈ ലക്കം സത്യാന്വേഷി ദേവസഹായം പിള്ള എന്ന രക്തസാക്ഷിയായ വിശുദ്ധന്റെ ജീവിതത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഏവർക്കും സ്വാഗതം. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അന്നത്തെ തലസ്ഥാനം പത്മനാഭപുരമായിരുന്നു. അതിന് സമീപമുള്ള നാട്ടാലം എന്ന ഗ്രാമത്തിൽ വാസുദേവൻ നമ്പൂതിരിയുടെ മകനായി 1712 നീലകണ്ഠപിള്ള ജനിച്ചു. നാട്ടാലത്തെ നായർ കുടുംബാംഗമായിരുന്ന ദേവകി അമ്മയായിരുന്നു മാതാവ്. നീലകണ്ഠപിള്ള സംസ്കൃതം, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ പാണ്ഡിത്യം നേടി. തർക്കം, വ്യാകരണം, പുരാണ പാരായണം, ആയുധാഭ്യാസം മുതലായവയും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. രാജവംശജനായിരുന്ന അദ്ദേഹത്തിന് തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അത്യധികമായ സ്വാധീന ശക്തിയും സമുദായത്തിൽ സമുന്നതമായ നിലയുമുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായി വളർന്നു വന്ന നീലകണ്ഠപിള്ളയെ ദീനദയാലുവെന്നും ധർമ്മദനെന്നും എല്ലാവരും വിളിക്കുമായിരുന്നു. മേക്കോട്ടു കുടുംബത്തിലെ ഭാർഗവി എന്ന ഒരു യുവതിയെ നീലകണ്ഠപിള്ള വിവാഹം ചെയ്യുകയും ചെയ്തു. കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ച ഡച്ച് സൈന്യാധിപതിയായിരുന്ന യുസ്റ്റേസിയൂസ് ബെനഡിക്റ്റ് ഡിലനായി മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ വിശ്വസ്തനും സർവ സൈന്യാധിപനുമായി തീർന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവാണ് ഡെലനോയി എന്ന് എല്ലാവരും അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിസാമർഥ്യവും സൈനിക പാരമ്പര്യവും ശരിക്കു വിനിയോഗിക്കുവാൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് സാധിച്ചു. തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ അന്നത്തെ തലസ്ഥാനമായ പത്മനാഭപുരത്തിനടുത്തുള്ള ഉദയഗിരി കോട്ടയ്ക്കുള്ളിലായിരുന്നു 37 വർഷക്കാലം ഡിലനായി താമസിച്ചിരുന്നത്. ഇക്കാലത്ത് ഡിലനായിയുടെ കീഴിൽ ഒരു സൈന്യാധിപനായിരുന്നു ശ്രീ നീലകണ്ഠപിള്ള. പത്മനാഭപുരത്തിനുള്ള മരുന്നുകോട്ടയുടെ പണിയും ക്ഷേത്രം, കൊട്ടാരം എന്നിവകളുടെ ചുമതലയും വഹിക്കേണ്ടി വരുന്നതിനാൽ നീലകണ്ഠപിള്ളയും ഡെലനോയിയും ആത്മമിത്രങ്ങളായി തീർന്നു. ഡെലനോയി ഉദയഗിരിയിലും സമീപത്തുമായി 4 കരിങ്കൽ കോട്ടകൾ നിർമ്മിച്ചു. ഉദയഗിരിയിൽ പീരങ്കികളും വെടിക്കോപ്പുകളും നിർമ്മിച്ചു. ഒരു വെടിമരുന്ന് ശാലയും അദ്ദേഹം തയ്യാറാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ വെടിമരുന്ന് ശാലയായിരുന്നു അത്. പാശ്ചാത്യ രീതിയിൽ സൈന്യത്തെ നവീകരിക്കുകയും ചെയ്തു. അക്കാര്യങ്ങളിൽ ഡെലനോയിയെ സഹായിക്കുവാൻ രാജാവിൻ്റെ കാര്യസ്ഥനായ നീലകണ്ഠപിള്ളയും ചുമതലപ്പെടുത്തി. ഡെലനോയിയുടെയും നീലകണ്ഠപിള്ളയുടെയും സ്വഭാവശുദ്ധിയും ആത്മൈക്യമുള്ള ജീവിതവും രണ്ടുപേരെയും കൂടുതൽ അടുപ്പിച്ചു. തിരുവിതാംകൂറിനെ പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ച ഡെലനോയിക്കു വേണ്ടി ഉദയഗിരി കോട്ടയ്ക്കുള്ളിൽ ഒരു ദേവാലയം നിർമ്മിക്കുവാനും പുരോഹിത കർമ്മങ്ങൾക്കായി ഒരു പുരോഹിതനെ നിയമിക്കാനും രാജാവ് ഏർപ്പാട് ചെയ്തു. ഉദയഗിരി കോട്ടയിൽ ഒരു മാളികയും നിർമ്മിച്ചു കൊടുത്തു. നാടിൻ്റെ 7 വക പടകളുടെയും ദളപതിയായ വലിയ കപ്പിത്താൻ പദവിയും അദ്ദേഹത്തിന് രാജാവ് നൽകി. ഉന്നത കുലജാതനും അത്യധിക സമ്പന്നനുമായിരുന്ന നീലകണ്ഠപിള്ള നിർഭാഗ്യവശാൽ അക്കാലത്ത് ദരിദ്രനായി തീർന്നു. കുടുംബത്തിൽ പല ദുഃഖകരമായ സംഭവങ്ങളും നടന്നു. ഭൂമിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു, പശുക്കൾ ചത്തുവീണു, രോഗങ്ങൾ വർദ്ധിച്ചു. തൻ്റെ സമ്പത്ത് ഒന്നിനു പുറകെ ഒന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വിഷമം നീലകണ്ഠപിള്ള ഡെലനോയിയോട് പറഞ്ഞു.
കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം നയിച്ച ഡിലനോയി ഭൗതിക സമ്പത്തുകളുടെ അസ്ഥിരതയെയും സ്വർഗീയ സമ്പത്തിൻ്റെ സുസ്ഥിരതയെയും കുറിച്ച് തൻ്റെ സ്നേഹിതന് വിവരിച്ചു കൊടുത്തു. ഇതെല്ലാം നീലകണ്ഠപിള്ളയെ ചിന്താധീനനാക്കി. അധികം കഴിയുന്നതിന് മുൻപ് തന്നെയും കത്തോലിക്ക വിശ്വാസത്തിൽ ചേർക്കണം എന്ന് നീലകണ്ഠപിള്ള ഡിലനോയിയോട് അഭ്യർത്ഥിച്ചു. ഡിലനോയി നീലകണ്ഠപിള്ളയെ ഒരു എഴുത്തോടുകൂടെ തൻ്റെ സുഹൃത്തും വടക്കൻകുളം എന്ന സ്ഥലത്തെ വികാരിയുമായ ഫാദർ ബുത്താരി SJ അടുക്കലേക്ക് അയച്ചു. കാൽനടയായി വടക്കൻകുളത്ത് ചെന്നെത്തിയ പിള്ള ഫാദർ ബുത്താരിയുടെ കയ്യിൽ ഡിലനോയി കൊടുത്തുവിട്ട കത്ത് ഏൽപ്പിച്ചു. തുടർന്ന് തൻ്റെ ആഗ്രഹം ഫാദർ ബുത്താരിയെ അറിയിച്ചു. എന്നാൽ ഫാദർ ബുത്താരി ഉടനെയൊന്നും അദ്ദേഹത്തിന് ജ്ഞാനസ്നാനം നൽകിയില്ല. രാജകുടുംബത്തോട് ബന്ധപ്പെട്ടിരുന്ന പിള്ള ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നവനാകയാൽ അദ്ദേഹം മതം മാറിയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ബുത്താരി അച്ഛൻ്റെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കാൻ പിള്ളയ്ക്കും കഴിഞ്ഞു. പിള്ളയുടെ വിശ്വാസത്തെ ഫാദർ ബുത്താരി പല രീതിയിലും പരീക്ഷിച്ചറിഞ്ഞു. ജ്ഞാനിയായ സന്യാസ ശ്രേഷ്ഠ, സത്യജ്ഞാനമില്ലാത്ത എനിക്കും എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കും ജ്ഞാനം നിറഞ്ഞ സത്യദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർലോക ജീവിത സുഖം തരാൻ അങ്ങിവിടെ വന്നെത്തിയിരിക്കുന്നു. കടൽ കടന്നെത്തിയ അങ്ങ് ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് മാതാപിതാക്കളെയും ബന്ധുക്കളെയും മറന്ന് ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹത്താൽ ഈ മണ്ണിൽ വന്ന് ജീവിക്കുന്നു. അങ്ങ് ചെയ്യുന്ന ഈ പരിശുദ്ധിയുടെ ഫലം അനുഭവിക്കാൻ എനിക്കും അവകാശമുണ്ടല്ലോ. ഞാൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഇവിടെ വന്നതല്ല. ദൈവചിത്തമനുസരിച്ചാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. പരിശുദ്ധാത്മാവ് എൻ്റെ സഹായത്തിനുണ്ട്. എൻ്റെ വിശ്വാസം തെളിയിക്കാനായി ഞാൻ യേശുവിൻ്റെ ഗാഗുൽത്ത യാത്രയെ പിന്തുടരും. എൻ്റെ സ്വന്തം സുഖങ്ങളും ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും എൻ്റെ ശരീരവും ആത്മാവും പോലെ ഞാൻ ദൈവത്തിനായി സമർപ്പണം ചെയ്യാൻ തയ്യാറാണ്. പിള്ളയുടെ ഹൃദയസ്പർശിയായ ഈ അഭ്യർത്ഥന ബുത്താരി അച്ഛൻ്റെ മനസ്സിനെ സ്പർശിച്ചു. 1745 മെയ് മാസം 17-ാം തീയതി ബുത്താരി അച്ഛൻ നീലകണ്ഠപിള്ളയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി ജ്ഞാനസ്നാനപ്പെടുത്തി കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചു. ജ്ഞാനസ്നാന സ്വീകരണത്തിന് ശേഷം ലാസറസ് എന്ന പേരാണ് നീലകണ്ഠപിള്ള സ്വീകരിച്ചത്. ലാസറസ് എന്ന പദത്തിൻ്റെ അർത്ഥം ദേവസഹായം എന്നാണ്. 32-ാമത്തെ വയസ്സിലാണ് ദേവസഹായം പിള്ളയുടെ ജ്ഞാനസ്നാനം നടന്നത്. ക്രിസ്തുമത സ്വീകരണത്തിന് ശേഷം ദേവസഹായം പിള്ളയും ഭാര്യയും ലോകത്തിലെ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം നയിക്കാൻ ശ്രമിച്ചു. തങ്ങളുടെ സമ്പത്തിൽ നല്ല ഭാഗം ആശ്രിതർക്കും ബന്ധുക്കൾക്കും കൊടുത്തു. സുഖദുഃഖങ്ങൾ സമഭാവനയോടെ സ്വീകരിക്കാനുള്ള ശക്തി അവർ സംഭരിച്ചു. ദേവസഹായം പിള്ളയുടെ മതം മാറ്റമാണ് കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തിന് കാരണമെന്ന് ബന്ധുക്കളും വീട്ടുകാരും വിചാരിച്ചു. അവരുടെ മനം മാറ്റത്തിനായി അവർ പൂജകളും മന്ത്രവാദങ്ങളും നടത്തി. തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരുടെ ചിന്താഗതികൾ മാറ്റുവാനും കത്തോലിക്ക സത്യവിശ്വാസത്തിലേക്ക് ആളുകളെ ചേർക്കുവാനും പിള്ള ശ്രമിച്ചു. രാജാവ്, മന്ത്രി തുടങ്ങിയവരിലൊക്കെ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാനും അദ്ദേഹം ശ്രമിച്ചു. തന്നോട് തർക്കിച്ചവരുടെ മുമ്പിൽ തൻ്റെ ഉപദേശങ്ങൾ മുഖാന്തിരം ദേവസഹായം പിള്ള സത്യം തെളിയിച്ചുകൊണ്ടിരുന്നു. ദേവസഹായം പിള്ളയുടെ 4 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് വടക്കൻകുളം, രാജാവൂർ, രാമപുരം, രാമനാദിച്ചൻ പുത്തൂർ, ആശാരിപ്പള്ളം, നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിൽ 3000-ത്തിലധികം പേർ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ ഇടയായി എന്ന് ഫാദർ ബുത്താരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ തിരുവിതാംകൂട്ടിൽ ഭരണഭാരമില്ലാത്ത ചില ചെറുകിട രാജാക്കന്മാരായ ക്ഷത്രിയരിൽ ഒരു വിഭാഗം അടിമകളെ പോലെയാണ് ജീവിച്ചിരുന്നത്. നായർ ജാതിയിൽ ഒരു വലിയ വിഭാഗം ഭരണം നടത്തുന്ന ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും ദാസ്യപ്പണിയും ചെയ്തിരുന്നു. അവരെ ശൂദ്രരെന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ ആശ്രിതന്മാരായ ക്ഷത്രിയരെ ചാണാർകൾ എന്ന പേര് നൽകി അടിമവേലയും ചെയ്യിപ്പിച്ചിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ ദേവസഹായം പിള്ള അവരെ എല്ലാവരെയും ഈശോയുടെ ആശ്രിതരാക്കി സഭയിൽ ചേർത്ത് അടിമപ്പട്ടം ഇല്ലാതാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഈ സത്യം മനസ്സിലാക്കിയ അവർ സംഘമായി സത്യവിശ്വാസം സ്വീകരിച്ചു. ഇത് കണ്ട് ബ്രാഹ്മണർ ഊട്ടുവരയിലെ സൗജന്യ ഭക്ഷണം ഇല്ലാതാകുമോ എന്ന് ഭയന്നു. അതുകൊണ്ട് ദേവസഹായം പിള്ളയുടെ മേൽ അവർ കുറ്റം ചുമത്തി. ക്രൈസ്തവരായ നായർ, നാടാർ വിഭാഗക്കാരെ വധിക്കാനും അവർ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ ദേവസഹായം പിള്ള തൻ്റെ പ്രാർത്ഥന കൊണ്ട്
കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരുന്നു. ദേവസഹായം പിള്ള വഴി ക്രൈസ്തവ വിശ്വാസത്തിനുണ്ടായ വലിയ പ്രചാരം രാജ്യത്തിൽ വളരെ സ്വാധീന ശക്തിയുണ്ടായിരുന്ന ബ്രാഹ്മണരെ ക്ഷോഭിപ്പിച്ചു. ഉന്നതകുലജാതനും അഭ്യസ്തവിദ്യനുമായ ദേവസഹായം പിള്ളയെപ്പോലുള്ള ഒരാൾ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ചാൽ അവർക്ക് അതെങ്ങനെയാണ് സഹിക്കാനാവുക? അവർ രഹസ്യമായും പരസ്യമായും പിള്ളയോട് ന്യായവാദം ചെയ്തു നോക്കി. മതത്യാഗം ചെയ്യാൻ ഉപദേശിച്ചു. എല്ലാം നിഷ്ഫലമായതേയുള്ളൂ. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. പലരെയും ഇതിനകം അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചിരുന്നു. പത്മനാഭപുരത്ത് അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിനൊരു നിലയും സ്ഥാനവും ലഭിച്ചു. ദേവസഹായം പിള്ളയുമായി ന്യായവാദം ചെയ്തതുകൊണ്ട് ഫലമില്ല എന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണർ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് നിശ്ചയിച്ചു. അന്നത്തെ ദിവാൻ രാമയ്യനും ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ ദേവസഹായം പിള്ളയുടെ ക്രൈസ്തവ മതപ്രചരണത്തെപ്പറ്റി അവർ പരാതി ബോധിപ്പിച്ചു. രാമയ്യൻ ദളവ ഉചിതമായ സന്ദർഭത്തിൽ ദേവസഹായം പിള്ള തന്നെ കാണാൻ വരുമെന്ന് കരുതി ദിവാൻ രാമയ്യൻ കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം വടക്കുംകുളം പള്ളിയുടെ ആവശ്യാർത്ഥം ദേവസഹായം പിള്ള ദിവാനെ സന്ദർശിക്കാൻ ചെന്നു. ദേവന്മാരെയും ബ്രാഹ്മണരെയും അപഹാസ്യരാക്കുന്ന മതപ്രചരണ സംരംഭങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ രക്തം താൻ ചിന്തും എന്ന് ബ്രാഹ്മണനായ ദളവ ദേവസഹായം പിള്ളയെ അറിയിച്ചു. ക്രിസ്ത്യാനികളുടെ രക്തം ആവശ്യമെങ്കിൽ തൻ്റേതു തന്നെ ആദ്യം ചൊരിഞ്ഞുകൊള്ളുക എന്നതായിരുന്നു ആ ധീരാത്മാവിൻ്റെ പ്രത്യുത്തരം. ഇത് കേട്ട് കോപിഷ്ഠനായ ദളവ മഹാരാജാവിൻ്റെ പക്കൽ ദേവസഹായം പിള്ളയെപ്പറ്റി പരാതി ബോധിപ്പിച്ചു. മഹാരാജാവും രാമയ്യൻ ദളവായും അമ്പലങ്ങളിലെ ആചാര്യന്മാരും ഇതെല്ലാം കേട്ട് കോപിഷ്ഠരായി. ദേവസഹായത്തെയും ക്രിസ്ത്യാനികളെയും പീഡിപ്പിക്കുന്ന പല നടപടികളും അവർ ആരംഭിച്ചു. ദേവസഹായത്തെപ്പറ്റി പല കള്ളക്കഥകളും രാജാവിന്റെ മുൻപിൽ രാമയ്യൻ ദളവ നിരത്തി. രാജാവ് കൂടുതൽ കോപിഷ്ഠനായി. ഉടനെ തന്നെ നീലകണ്ഠപിള്ളയെ രാജസന്നിധിയിൽ ഹാജരാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. ദേവസഹായം താമസിച്ചിരുന്ന പത്മനാഭപുരത്ത് ഏതാനും ഭടന്മാർ ചെന്ന് രാജകൽപ്പന അറിയിച്ചു. മഹാരാജാവ് എന്തിനാണ് തന്നെ ഹാജരാക്കാൻ ഉത്തരവിട്ടത് എന്ന് ദേവസഹായം പിള്ളയ്ക്ക് ബോധ്യമായി. ഉടൻ തന്നെ പിള്ള ഉദയഗിരിയിൽ താമസിച്ചിരുന്ന ഡിലനോയിയെ ചെന്ന് കണ്ടു. പത്തനാപുരത്തിന് തെക്കുവശം താമസിച്ചിരുന്ന ഫാദർ ബാരിര്യസ് എന്ന പുരോഹിതന്റെ അടുക്കലേക്ക് ഡിലനായി ദേവസഹായത്തെ പറഞ്ഞയച്ചു. അവിടെ നിന്നും അദ്ദേഹം ദിവ്യകൂദാശകൾ സ്വീകരിച്ചു. വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ആവശ്യമെന്ന് കണ്ടാൽ ജീവൻ ബലി കഴിക്കുവാനും ഡിലനോയി കൂട്ടുകാരനെ ഉപദേശിക്കുകയും ചെയ്തു. അവർ പരസ്പരം ആലിംഗനം ചെയ്ത് കണ്ണീർ വാർത്തു. ഭടന്മാർ ദേവസഹായം പിള്ളയെ അറസ്റ്റ് ചെയ്ത് രാജസമക്ഷം ആനയിച്ചു. അത് കൊല്ലവർഷം 923 ദേവസഹായം ക്രിസ്ത്യാനിയായിട്ട് 4 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് പഴയതുപോലെ ദേവന്മാർക്ക് പൂജ നൽകിയാൽ മഹാരാജാവിൻ്റെ പ്രീതിയും അനവദ്യമായ സമ്പത്തും ലഭിക്കുമെന്ന് കൊട്ടാരം ഉദ്യോഗസ്ഥന്മാർ ദേവസഹായത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗീയ മഹാരാജാവിൻ്റെ പ്രീതിയും ഒരിക്കലും നശിക്കാത്ത സമ്പത്തും ലഭിക്കുന്നതിന് വേണ്ടിയാണ് താൻ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് എന്നായിരുന്നു ദേവസഹായം പിള്ളയുടെ മറുപടി. ഭടന്മാർ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ വസ്ത്രങ്ങൾ മാറ്റി സാധാരണക്കാരൻ്റെ വേഷത്തിൽ കുറ്റക്കാരനെ പോലെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ ബന്ധുക്കളും ഉദ്യോഗസ്ഥന്മാരും സ്നേഹിതരും ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതേസമയം ദേവസഹായം പിള്ളയാകട്ടെ മിശിഹായുടെ നടപടികളെയും തത്വങ്ങളെയും അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. പിള്ളയെ തടവുകാരനാക്കി പത്മനാഭപുരം കൊട്ടാരത്തിലെ ദർബാർ ഹാൾ എന്ന മണ്ഡപത്തിനകത്തേക്ക് അവർ കൂട്ടിക്കൊണ്ടുവന്നു. മഹാരാജാവിന്റെ മുൻപിൽ വെച്ച് വിചാരണ തുടങ്ങി. സാധാരണ ഇത്തരം വിചാരണകളിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊല്ലുകയാണ് പതിവ്. എന്നാൽ പിള്ളയെ ഉടനെ വധിച്ചാൽ കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നതിനാൽ അതിന് സാധിക്കുമായിരുന്നില്ല. പിള്ള രാജാവിനും കൊട്ടാരത്തിനും അടുപ്പമുള്ളവനാണെന്ന് മാത്രമല്ല, കൊട്ടാരത്തിലെ കാര്യദർശിയുമാണ്. കൂടാതെ പിള്ള തലസ്ഥാനത്തുള്ള നാടാർ വംശജരുടെ ബഹുമാനത്തിന് പാത്രമായവനാണ്. നാട്ടിലുണ്ടായിരുന്ന 50,000-ഓളം നായർ പടയാളികൾക്ക് കൂലി കൊടുക്കുന്ന ജോലിയും അദ്ദേഹമാണ് ചെയ്തിരുന്നത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് രാജകൽപ്പന പ്രകാരം 1749 ഫെബ്രുവരി 23 പിള്ളയുടെ കൈകളിൽ വിലങ്ങിട്ട് തടവുകാരനാക്കി ജയിലിലിടുകയാണ് അവർ ചെയ്തത്.
ഈ വിവരം എല്ലാ ഗ്രാമങ്ങളിലേക്കും കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. വിവരമറിഞ്ഞ ജനങ്ങളെല്ലാം ദുഃഖത്തിലായി. ഡെലനോയി ആകട്ടെ ജയിലിലേക്ക് ആളയച്ച് രഹസ്യമായി ദേവസഹായം പിള്ളയുടെ വിവരങ്ങൾ അന്വേഷിച്ചു പോന്നു. അദ്ദേഹം ഒരു യൂറോപ്യൻ പടയാളിയെ പിള്ളയ്ക്ക് കൂട്ടായിരിക്കാൻ വേണ്ടി അയച്ചു. പത്മനാഭപുരം ജയിലിൽ പിള്ള ധാരാളം ക്രൂരതകൾക്കിരയായി. പുറം ലോകം അറിയാത്ത വിധം അദ്ദേഹത്തെ അവർ പീഡിപ്പിച്ചു. ശരിയായ സമയത്ത് ഭക്ഷണം കൊടുക്കാതെയും ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി സംസാരിച്ചും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ദളവായുടെ വാക്കുകൾ അനുസരിച്ച് ക്രിസ്തു വിശ്വാസം ഉപേക്ഷിച്ചാൽ കൈവിട്ടുപോയ പദവിയും അധികാരവും വീണ്ടും ലഭിക്കുമെന്ന് അദ്ദേഹത്തെ അവർ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ദേവസഹായം പിള്ളയെ മാറി മാറി ഓരോ സ്ഥലങ്ങളിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെ പല പ്രദേശങ്ങളിൽ ചുറ്റിയടിച്ച് പെരുവിള ആരാച്ചാരുടെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി. ഒരു ഉണക്ക വേപ്പുമരത്തിന്റെ മേൽ അദ്ദേഹത്തെ കെട്ടിയിട്ടു. തണൽ ലഭിക്കാതിരിക്കാനാണ് ഉണങ്ങിയ മരത്തിൽ അദ്ദേഹത്തെ കെട്ടിയത്. പക്ഷെ ആ മരം അത്ഭുതകരമായി തളിർത്തു. ഈ കാഴ്ച കണ്ട് ആരാച്ചാരും അനുയായികളും അത്ഭുതപ്പെട്ടു. കാറ്റും മഴയും വെയിലും തണുപ്പും ഒന്നുപോലെ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടി. ഒരു മൃഗത്തെ പോലെയാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. ഡെലനോയി ഒരു മിഷനറി മുഖാന്തിരം ദേവസഹായം പിള്ളയുമായി നിരന്തരം ആശയവിനിമയം ചെയ്യുന്നുണ്ടായിരുന്നു. മർദ്ദനവിധേയനായ തന്റെ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്നതിനും സാധ്യമായ ലഘുസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഡെലനോയി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ദേവസഹായത്തെ മർദ്ദിക്കുന്നതിൽ ദളവായോ അക്രൈസ്തവരെ മിശിഹായിലേക്ക് ആകർഷിക്കുന്നതിൽ ദേവസഹായമോ ഒരലംഭാവവും പ്രദർശിപ്പിച്ചില്ല. പക്ഷെ സംഗതികളുടെ ഈ പോക്ക് ദേവസഹായത്തെ കൂടുതൽ പ്രശാന്തചിത്തനാക്കിയപ്പോൾ ദളവായെ കൂടുതൽ ക്ഷോഭിപ്പിക്കുകയാണ് ചെയ്തത്. കഴിയുന്നതും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിലും അവരുടെ വസ്തുവകകൾ അപഹരിക്കുന്നതിനും തന്ത്രജ്ഞനായ ആ പരദേശ ബ്രാഹ്മണൻ മടിച്ചില്ല. തന്മൂലം പല ക്രിസ്ത്യാനികളും സമീപ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കേണ്ട സാഹചര്യമുണ്ടായി. ദേവസഹായം പിള്ളയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സംഭവവും പല സ്ഥലങ്ങളിൽ മാറി മാറി പാർപ്പിച്ച സംഭവവും വിശ്വാസ ദൈവം എന്ന ഗ്രന്ഥത്തിൽ തീയതികൾ സഹിതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1749 വരെ ദേവസഹായം പിള്ള സുവിശേഷ വേല ചെയ്തു. 1949 ഫെബ്രുവരി 23 അറസ്റ്റ് ചെയ്യപ്പെട്ടു. 11 മാസം ജയിലിലിട്ടും 16 ദിവസം നടത്തിയും കഷ്ടപ്പെടുത്തി. 1750 ജനുവരി 23 മുതൽ ഫെബ്രുവരി 23 വരെ ദേവസഹായം പിള്ളയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സംഭവവും പല സ്ഥലങ്ങളിൽ മാറി മാറി പാർപ്പിച്ച സംഭവവും വിശ്വാസദീപം എന്ന ഗ്രന്ഥത്തിൽ തീയതികൾ സഹിതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1749 വരെ ദേവസഹായം പിള്ള സുവിശേഷ വേല ചെയ്തു. 1949 ഫെബ്രുവരി 23 അറസ്റ്റ് ചെയ്യപ്പെട്ടു. 11 മാസം ജയിലിലിട്ടും 16 ദിവസം നടത്തിയും കഷ്ടപ്പെടുത്തി. 1750 ജനുവരി 23 മുതൽ ഫെബ്രുവരി 23 വരെ കൽക്കുളം താലൂക്ക് അധികാരിയിൽ നിന്നും ശിക്ഷ അനുഭവിച്ചു. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 24 വരെ അഗസ്തീശ്വരം താലൂക്ക് അധികാരിയുടെ ശിക്ഷ അനുഭവിച്ചു. മാർച്ച് 25 മുതൽ ഏപ്രിൽ 26 വരെ തോവാള താലൂക്ക് അധികാരിയിൽ നിന്നും ശിക്ഷ അനുഭവിച്ചു. ഏപ്രിൽ 27 മുതൽ മെയ് 26 വരെ വിളവങ്കോട് താലൂക്ക് അധികാരിയിൽ നിന്നും ശിക്ഷ അനുഭവിച്ചു. മെയ് 28 മുതൽ ജൂൺ 27 വരെ നെയ്യാറ്റിൻകര താലൂക്ക് അധികാരിയുടെ പീഡനത്തിന് പാത്രമായി. ജൂൺ 28 മുതൽ ജൂലൈ 29 വരെ നെടുമങ്ങാട് താലൂക്ക് അധികാരിയിൽ നിന്നും ശിക്ഷ അനുഭവിച്ചു. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 31 വരെ ചിറയിൻകീഴ് താലൂക്ക് അധികാരിയുടെ പീഡനങ്ങൾ സഹിച്ചു. സെപ്റ്റംബർ 1 മുതൽ 30 വരെ തിരുവനന്തപുരം താലൂക്ക് അധികാരിയുടെ പീഡനങ്ങൾക്ക് പാത്രമായി. ഒക്ടോബർ മുതൽ നവംബർ അവസാനം വരെ 2 മാസങ്ങൾ പത്മനാഭപുരം ജയിലിലും മണലി ചുണ്ണാമ്പ് ചൂളയിലുമായിരുന്നു താമസിച്ചിരുന്നത്. 1750 ഡിസംബർ മുതൽ 1751 മെയ് അവസാനം വരെ പുലിയൂർ കുറിച്ചിയിലും പെരുവിളയിലുമുള്ള ദുരാചാരന്മാരുടെ ജയിലിലും പാർത്തു. 1751 ജൂൺ മുതൽ ഓഗസ്റ്റ് അവസാനം വരെ രാമൻപുത്തൂർ ജയിലിലും സെപ്റ്റംബർ മുതൽ 1752 ജനുവരി 13 വരെ ആരൽ വായ്മൊഴി ജയിലിലും താമസിപ്പിച്ചു. 1752 ജനുവരി 14 കാറ്റാടി മലയിൽ വെച്ച് വെടിയുണ്ടയേറ്റ് അദ്ദേഹം മരിച്ചു. 1752 ജനുവരി 14 ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം വരിച്ചത്. അന്ന് വെളുക്കുന്നതിന് മുൻപ് തന്നെ ആലുവാമൊഴിയിലെത്തി ഒരധികാരി ദേവസഹായത്തെ തൻ്റെ മുൻപിൽ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടു.
അധികാരിയുടെ മുമ്പിൽ ദേവസഹായത്തെ ഭടന്മാർ കൊണ്ടുവന്നു. താങ്കളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുവാൻ രാജകൽപ്പനയുണ്ടെന്ന് അദ്ദേഹം ദേവസഹായത്തോട് പറഞ്ഞു. എന്നെ എവിടേക്കാണ്, എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നും നിങ്ങൾ രഹസ്യമായി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നും ദേവസഹായം പിള്ള അധികാരിയോട് പറഞ്ഞു. ഭടന്മാർ ദേവസഹായത്തെ വളരെ വേഗം നടക്കാൻ നിർബന്ധിച്ചു. കാലിലും കൈകളിലും വിലങ്ങ് പൂട്ടിയിരുന്നത് കൊണ്ട് വേഗത്തിൽ നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കൈകാലുകളിൽ നിന്ന് രക്തം വാർന്നൊലിച്ചുകൊണ്ടിരുന്നു. നടപ്പിന് വേഗത കുറവായിരുന്നുവെങ്കിലും പ്രസന്നവദനായിട്ടാണ് അദ്ദേഹം കാണപ്പെട്ടത്. കൈകാൽ വിലങ്ങുകൾക്കിടയിൽ നീളമുള്ള ഒരു കോല് തിരുകി രണ്ടറ്റവും പൊക്കിക്കൊണ്ട് കാറ്റാടി മലയിലേക്ക് അവർ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി. വേദന സഹിക്കാവുന്നതിലും അധികമായിരുന്നു. കാറ്റാടി മലയിൽ അദ്ദേഹത്തെ എത്തിച്ചപ്പോൾ നിറതോക്കുകളുമായി ഭടന്മാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ദേവസഹായം അനുവാദം വാങ്ങി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥന തുടങ്ങി. ഈശോയുടെ കാൽവരി പീഡനങ്ങളെപ്പറ്റി മുഴുവൻ അദ്ദേഹം ധ്യാനിച്ചു. ഇതേവരെ ചെയ്തിട്ടുള്ള നന്മകൾക്ക് അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവെ, എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ മേൽപോട്ടുയർത്തി നമസ്കരിച്ചിട്ട് അല്പനേരം മൗനമായി അദ്ദേഹം മുട്ടിന്മേൽ നിന്നു. നിന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി നിന്ന പാറയിൽ കാലിൻ്റെയും കൈമുട്ടിൻ്റെയും പാടുകൾ ദൃശ്യമായത് കണ്ട് അധികാരികൾ അമ്പരന്നുപോയി. ബലിയാട് പോലെ തലകുനിച്ചു നിന്ന രക്തസാക്ഷിയെ അവിടെയുണ്ടായിരുന്ന പൊക്കമുള്ള പാറയിൽ അവർ കയറ്റി നിർത്തി. ചുറ്റിലും നിറതോക്കുമായി നിന്ന 3 ഭടന്മാർക്കും അധികാരി നിറയൊഴിക്കാനുള്ള നിർദ്ദേശം നൽകി. 3 ഭടന്മാരും ഒരേ സമയം നിറയൊഴിച്ചു. ആ വെടികൾ വേദസാക്ഷിയുടെ ശരീരത്തിൽ കൊണ്ടിട്ടും അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹം മരിച്ചില്ല എന്ന് മനസ്സിലാക്കിയ ഭടന്മാർ അമ്പരന്നു നിന്നു. അപ്പോൾ നേരം പാതിരാത്രി കഴിഞ്ഞിരുന്നു. 3 വെടികളേറ്റ് പാറച്ചുവട്ടിൽ പിടഞ്ഞു വീണ ദേവസഹായം ദീനസ്വരത്തിൽ, ഈശോ മറിയം യൗസേപ്പെ, എന്നെ രക്ഷിക്കണമേ, ഈശോയെ എന്നെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു, പരിശുദ്ധ മറിയമേ ലോകമാതാവേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. വീണ്ടും ഭടന്മാർ അദ്ദേഹത്തിൻ്റെ നെഞ്ച് ലക്ഷ്യമാക്കി വെടിവെച്ചു. അങ്ങനെ ദേവസഹായം ഈശോ മിശിഹായുടെ ഛായയിലുള്ള മുറിവുകളോടുകൂടെ മഹനീയമായ വേദസാക്ഷി മകുടം സ്വീകരിച്ചു. ദേവസഹായത്തിൻ്റെ മൃതശരീരം വിലങ്ങോടുകൂടെ തന്നെ അവിടെ ഉപേക്ഷിച്ച് ഭടന്മാർ തിരിച്ചുപോയി. വേദസാക്ഷി വെടിയേറ്റു വീണ സ്ഥലത്തിനടുത്ത് നിൽക്കുന്ന ആൽമരത്തിൻ്റെ ഇലകൾ അന്നു മുതൽ ഇന്നുവരെയും തീയുടെ മഞ്ഞ നിറം പകർത്തി ആ സ്ഥലത്തിൻ്റെ വിശുദ്ധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പത്തനാപുരം, കോട്ടാർ, വടക്കൻകുളം പള്ളികളിലെ ബഹുമാനപ്പെട്ട വൈദികരും ക്യാപ്റ്റൻ ഡിലനോയിയും വിവരങ്ങൾ അറിഞ്ഞു. അവർ കാറ്റാടി മലയിലെത്തി ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തേടി കണ്ടുപിടിച്ച് കോട്ടാറ്റ് വലിയ പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളന്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ പൂജ്യമായി അടക്കം ചെയ്തു. അന്ന് കോട്ടാറ്റ് പള്ളി കൊച്ചി രൂപതയുടെ കീഴിലായിരുന്നു. കൊച്ചി മെത്രാൻ ദേവസഹായത്തിൻ്റെ മരണവിവരമറിഞ്ഞ് അദ്ദേഹത്തിനു വേണ്ടി പൊന്തിഫിക്കൽ കുർബാന അർപ്പിക്കുകയും ദേവസഹായത്തിൻ്റെ സന്മാർഗധീരതയെയും സത്യവിശ്വാസത്തെയും പറ്റി പ്രസംഗിക്കുകയും ചെയ്തു. ദേവസഹായം വെടിയേറ്റു മരിച്ച കാറ്റാടിമല അന്നൊരു കാടായിരുന്നു. പിള്ളയോടുള്ള ബഹുമാന സൂചകമായി ധാരാളം ആളുകൾ അവിടേക്ക് കുടിയേറി പാർത്തു. ദേവസഹായം പിള്ള മരിച്ച സ്ഥലത്ത് വ്യാകുല മാതാവിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കുകയും വെടിയേറ്റ് മരിച്ചു കിടന്ന സ്ഥലത്ത് കരിങ്കല്ല് കൊണ്ടൊരു കുരിശ് നാട്ടുകയും ചെയ്തു. അവിടെ രാത്രി തോറും വിശ്വാസികൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു പോരുമായിരുന്നു. വ്യാകുല മാതാവിൻ്റെ ദേവാലയത്തിൽ നിന്നും 300 അടിയോളം അകലെയുള്ള സ്ഥലത്താണ് ദേവസഹായത്തെ വെടിവെച്ചത്. വ്യാകുല മാതാ പള്ളിയിൽ നിന്നും ആളുകൾ മുട്ടുകുത്തി നടന്ന് നേർച്ച നിറവേറ്റുന്നത് ഒരു പതിവാണ്. ദേവസഹായം പിള്ളയുടെ ധീര രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള നേർചരിത്രം പല വിധത്തിൽ അക്കാലം മുതലേ ലഭ്യമാണ്. യാതൊരുവിധ വ്യാജ ചരിത്ര നിർമ്മിതിയുടെയും ആവശ്യമില്ലാതെ തന്നെ ആ പുണ്യാത്മാവിനെ തിരിച്ചറിയുന്നതിനും വണങ്ങുന്നതിനും വിശ്വാസികൾക്ക് മാത്രമല്ല, ചരിത്രബോധവും ദൈവവിശ്വാസവുമുള്ള ആർക്കും ഇന്ന് സാധിക്കും. കത്തോലിക്കാ സഭയെയും സഭയുടെ സത്യവിശ്വാസത്തെയും ഭയക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും സഭയുടെ വിശുദ്ധരെ, അത് ദേവസഹായമായാലും മദർ തെരേസയായാലും, ആരെയും അപകീർത്തിപ്പെടുത്തേണ്ട കാര്യമില്ല. ഭയമുള്ളവർ അറിയാതെ പറയുന്നത് പോലും വ്യാജമായി തീരാനും ഇടയുണ്ട്. നേർചരിത്രത്തെ വളച്ചൊടിക്കുന്നതിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഖപത്രങ്ങളെ
മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് ജനാധിപത്യ മര്യാദയോ മതേതര സംസ്കാരത്തിന് ഭൂഷണമോ അല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ലക്കം സത്യാന്വേഷി ഇവിടെ അവസാനിക്കുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.